ാണ് ബിനിൽ. ഈ അവിടുത്തെ അന്തരീക്ഷം അത് എങ്ങനെയാണ്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബിനിൽ കേട്ടിരുന്നില്ല. ഈ പുറ്റിങ്ങൽ ഉത്സവമൊക്കെ നടന്നതിന് ശേഷം ഒരാഴ്ച, എനിക്ക് തോന്നുന്നു ഒന്നൊന്നരാഴ്ച കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു ഞാൻ ആ പ്രദേശത്തേക്ക് പോയത്. ആ സമയത്ത് തന്നെ അവിടെ ആ വെടിമരുന്നിൻ്റെ ഗന്ധമൊക്കെ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പൊടിപടലങ്ങളൊക്കെ അടങ്ങിയോ? ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെ അവസ്ഥ, സ്ഥിതിവിശേഷം എങ്ങനെയാണ്? അവർക്ക് ഉടനെങ്ങാനും അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടോ? ഒപ്പം ഈ ആശുപത്രിയിൽ കിടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ബിനിൽ? ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് 5 പേർ ഇപ്പോഴും തീവ്ര പരിചരണ ആരോഗ്യനില ഗുരുതരമാണ്. അതിൽ കൂടുതൽ വിദഗ്ധമായ ചികിത്സ അവർക്ക് നൽകേണ്ടി വരും എന്നതാണ് ജില്ലാ ഭരണകൂടം അടക്കം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന നിരവധി പേർക്ക് ഈ ദുരന്തത്തിൽ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അവർക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അവരുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണ്. അവർ താലൂക്ക് ആശുപത്രിയിലടക്കം എത്തി വിദഗ്ധമായ പരിശോധനകളൊക്കെ തന്നെ നടത്തി മടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ അപകടത്തിൽ നിന്ന് ഇപ്പോഴും മുക്തരാകാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അവരുടെ കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിംഗ് അടക്കം നടത്തേണ്ടി വരും. ആ കൗൺസിലിംഗ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവുകയും ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ പുഷ്പാഞ്ജലി ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിലാണ് ഈ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് കൗൺസിലിംഗ് അടക്കം നടത്താനായിട്ട് ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയും ആരോഗ്യവകുപ്പും ഒക്കെ തീരുമാനിച്ചിരിക്കുന്ന അതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദഗ്ധരായിട്ടുള്ള കൗൺസിലർമാർ, അത് ആരോഗ്യവകുപ്പിൻ്റെ കൗൺസിലർമാരൊക്കെ എത്തി ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതായത് ഈ കൗൺസിലർമാർക്കുള്ള പരിശീലനങ്ങൾ നടക്കുന്നു. ആ കൗൺസിലർമാർ, വിദഗ്ധ പരിശീലനം കിട്ടിയ കൗൺസിലർമാർ ഓരോ വീടുകളിലും പോകും. ആ വീടുകളിൽ പോയി കുട്ടികളിലെയും പ്രായമായവരെയൊക്കെ നേരിട്ട് കണ്ട് അവർ ഈ ദുരന്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിരവധി കുടുംബങ്ങൾ വലിയ ബുദ്ധിമുട്ടും ദുരിതവുമൊക്കെ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള ഏതാണ്ട് 20ഓളം വീടുകൾ, ആ 20ഓളം വീടുകൾ പലതും പൂർണ്ണമായും തന്നെ തകർന്ന അവസ്ഥയാണ്. അതായത് വീടിനകത്ത് ഒന്നും തന്നെ ശേഷിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വിദഗ്ധമായ അവർക്ക് കൗൺസിലിംഗ് നടത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കടക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഒരു പുനരധിവാസം ഉറപ്പാക്കുക എന്നതാണ്. അവർക്ക് കൃത്യമായ ഒരു താമസ സൗകര്യം ഉറപ്പാക്കണം. അവർക്ക് നഷ്ടപരിഹാരം നൽകണം. അവരുടെ വീടുകൾ പഴയ രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. അതെന്തായാലും ഇപ്പോൾ ചില അപേക്ഷകളൊക്കെ വാങ്ങി ഓരോരുത്തരുടെയും നാശനഷ്ടം കണക്കാക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അത് അല്പം കൂടി വേഗത്തിലാക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ആ വീടുകളൊക്കെ തകർന്നവർക്ക് ഈ ദുരന്തവുമായി യാതൊരുവിധ പങ്കുമില്ലാത്തവരാണ്. അവരുടെ മനസ്സറിവില്ലാത്ത ഒരു ദുരന്തത്തിലാണ് അവർ ചെന്ന് അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മതിയായ സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ തന്നെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും പോകേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അവർക്ക് താൽക്കാലികമായ താമസ സൗകര്യം ഒരുക്കേണ്ടി വരും. അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റും. അതായത് അതിനുവേണ്ടിയാണ് ഈ ഓഡിറ്റോറിയം സർക്കാർ എടുത്തിരിക്കുന്നത്. അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരമുണ്ടാവില്ല. ഇതൊരു ഓഡിറ്റോറിയമാണ്. അവിടെ കൂടുതൽ കുടുംബങ്ങളെ താമസിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കൃത്യമായ ഇടപെടലുകൾ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബിനിൽ, അതുപോലെ തന്നെ ഇപ്പം 4 പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട പ്രതികൾ, പുതിയകാവ് ദേവസ്വം ഭാരവാഹികൾ, അവർ ഇനി പിടിയിലാകാനായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതികൾ കീഴടങ്ങാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? കാരണം വ്യാപകമായ തിരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എങ്ങനെയാണ്? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കം വകുപ്പുകളാണോ ചുമത്തിയിട്ടുള്ളത്?
ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിടിയിലാകുന്ന പ്രതികൾ റിമാൻഡിൽ പോകുമെന്ന കാര്യം തീർച്ചയാണ്. കൂടുതൽ അന്വേഷണം പോലീസിന് ഇക്കാര്യത്തിൽ നടത്തേണ്ടി വരും. ഇവർ വെടിക്കെട്ട് കൊണ്ടുവന്ന സ്ഥലം, എത്രമാത്രം വെടിക്കെട്ട് ഇവർ ശേഖരിച്ചിരുന്നു, അതിന് പണം ശേഖരിച്ച മാർഗം, ഇതെല്ലാം പോലീസിന് വിശദമായി അന്വേഷിക്കേണ്ടി വരും. കാരണം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ രണ്ട് വിഭാഗങ്ങളായി, തെക്കും വടക്കും വിഭാഗങ്ങളായി ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്തി എന്നതാണ്. കഴിഞ്ഞ ദിവസം തെക്കും ഭാഗത്തിൻ്റെ വെടിക്കെട്ട് നടന്നിരുന്നു. അതും നിയമവിരുദ്ധമായിട്ടാണ് നടന്നത്. ജില്ലാ കളക്ടറുടെ അനുമതി ഇല്ലാത്ത വെടിക്കെട്ടാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ദുരന്തം, ആ ദുരന്തത്തിലും ഒരു പ്രത്യേക കേസ് എടുത്തിട്ടുണ്ട്. അതിലാണ് ഇനി രണ്ടുപേരെ കൂടി പിടികിട്ടാനുള്ളത്. അത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാരവാഹികളാണ്. അവർ ഇന്ന് കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടി വ്യാപകമായ തെരച്ചിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സമയം ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. അതിൽ അധികാരികളുടെ ഭാഗത്ത് വലിയ വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു വെടിക്കെട്ട് ഇവിടെ നടന്നിട്ട് അത് അറിഞ്ഞില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ച. കാരണം ഇന്നലെ ഈ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് 2 തവണ വെടിക്കെട്ട് നടന്നിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ. അതും അനുമതി ഇല്ലാതെ തന്നെയാണ്. ഇതെല്ലാം ഈ ബന്ധപ്പെട്ട അധികാരികൾ, പോലീസും അതോടൊപ്പം തന്നെ റവന്യൂ അധികാരികളും ഒക്കെ തന്നെ ഈ സംഭവം അറിഞ്ഞിട്ടും അവർ നടപടിയെടുത്തില്ല, കണ്ണടച്ചിരുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു ക്ഷേത്രത്തിൽ ഈ വെടിക്കെട്ട് നടക്കുന്നത് ഈ നാട്ടിൽ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറ്റകരമായ അനാസ്ഥ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുകൂടി വന്നിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്.